300 കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലോകയിലെ സബ്‌ടൈറ്റിൽസ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ബ്രില്യന്റ് ആയ സബ്‌ടൈറ്റിലായിരുന്നു ലോക സിനിമയുടേത്. കാരണം അതിൽ 3 ലാംഗ്വേജസ് ആയിട്ട് പ്രധാനമായിട്ടും വരുന്നത്. മലയാളം വരുന്നുണ്ട്, തമിഴ് വരുന്നുണ്ട്, കന്നഡ വരുന്നുണ്ട്. ഈ 3 ലാംഗ്വേജസ് ഉണ്ടായിട്ടും സിനിമയുടെ ആസ്വാദന രീതിക്ക് ഒരു കുറവും നമുക്ക് സംഭവിച്ചില്ല. അതിനൊരു കാരണമുണ്ട്. പറഞ്ഞുതരാം. മലയാള സിനിമയിൽ മലയാളം എന്ന ലാംഗ്വേജിന് സബ്‌ടൈറ്റിൽ ആവശ്യമില്ല. വർഷങ്ങളായി തന്നെ തമിഴ് സിനിമ കാണുന്നതുകൊണ്ട് തമിഴിനും പ്രത്യേകിച്ച് സബ്‌ടൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലോക സിനിമയിലെ കന്നഡ ഡയലോഗുകൾക്ക് കൃത്യമായിട്ട് സബ്‌ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ സബ്‌ടൈറ്റിൽ കൊടുത്തതിന് പിറകിൽ ഒരു 3 ബ്രില്യന്റ് ആയ കാരണങ്ങളുണ്ട്. ഒന്ന്, കൺവെൻഷണലായ രീതിയിൽ സിനിമയുടെ ബോട്ടം സ്പേസിൽ വെറുതെ എഴുതി കാണിക്കുകയായിരുന്നില്ല അവർ ചെയ്തത്. കഥാപാത്രങ്ങളുടെ മുഖത്തിനോടൊപ്പം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ ആ സബ്‌ടൈറ്റിൽ എഴുതി കാണിച്ചു. 2, ആ സബ്‌ടൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുകയും ഫോണ്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. 3, ആ സബ്‌ടൈറ്റിൽ പൂർണ്ണമായും വായിക്കാനെടുക്കുന്ന സമയം തന്നെ ആ ഷോട്ട് ക്ലീനായി കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ കന്നഡ ഭാഷയെ മറ്റൊരു ഭാഷയായി അല്ലെങ്കിൽ ഭാഷ മൂലം സിനിമയ്ക്കൊരു തടസ്സമുണ്ടാകുന്നതായി പ്രേക്ഷകർക്കാർക്കും മലയാളത്തിൽ തോന്നിയിട്ടില്ല. 100 കോടി അടിച്ചതും 200 കോടി അടിച്ചതും 300 കോടി നേടാൻ പോകുന്നതും വെറുതെയല്ല.